എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ അക്ബറും രേണുവും കൂടി തമ്മിൽ ഒരു വിഷയമൊക്കെ ഉണ്ടായത് നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവരുണ്ടെങ്കിൽ പറയാം. എന്താണെന്ന് വെച്ചാൽ ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ടാസ്കിലെന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ആളുകളെ ഇഷ്ടമുള്ള ചില പേരിട്ട് വിളിക്കാം, ഇഷ്ടമില്ലാത്തവരെ ആ ഒരു രീതിയിലുള്ള പേരും ഇട്ട് വിളിക്കാം, വട്ടപ്പേര്. അപ്പോൾ അതായിരുന്നു ടാസ്ക്. അപ്പോൾ ആ ഒരു സമയത്ത് അക്ബർ വന്നിട്ട് രേണു സുധിക്ക് ഇട്ട ഒരു പേരായിരുന്നു സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരിക്കലും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റാത്ത ഒരു പേരാണ് സെപ്റ്റി ടാങ്ക്. അപ്പോൾ അതായത് മനുഷ്യ വിസർജ്യങ്ങൾ മുഴുവനും കൊണ്ട് കളയുന്ന ഒരു സ്ഥലമാണ് സെപ്റ്റി ടാങ്കിൽ. അപ്പോൾ അത് പറയുന്നത് വളരെ മോശമായിപ്പോയി. അപ്പോൾ അതിന് പകരമായിട്ട് രേണുവിൻ്റെ ഊഴം വന്നപ്പോൾ രേണു വിളിച്ചതെന്ന് പറഞ്ഞാൽ വേട്ടപ്പട്ടി എന്നാണ് അക്ബറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വേട്ടപ്പട്ടി എന്ന വാക്ക് അത്ര നല്ലതാണെന്നൊന്നും പറയുന്നില്ല. അത് മോശം വാക്ക് തന്നെയാണ്. ഒരു മനുഷ്യനെ വിളിക്കാൻ പറ്റിയ വാക്കാണോ എന്ന് ചോദിച്ചാൽ മോശം തന്നെയാണ്. പക്ഷേ എന്നിട്ട് അതിനുപമ രേണു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഏത് സമയവും എന്നെ കടിച്ചു കീറി തിന്നാൻ വരുന്നത് പോലെ നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. ശരിക്കും സെപ്റ്റി ടാങ്ക് എന്ന വിളി വെച്ച് നോക്കുകയാണെങ്കിൽ വേട്ടപ്പട്ടി വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുറച്ച് കൂടിപ്പോയി അക്ബർ പറഞ്ഞത്, അതിലൊരു തർക്കവും ഇല്ല. അപ്പോൾ അതിനുശേഷം രേണു ഭയങ്കരമായിട്ട് ഡൗൺ ആയതുപോലെ തോന്നി. അതിന് രേണുവിൻ്റെ ഗെയിമാണോ അതേ ഗെയിം ആവാനാണ് സാധ്യതയെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പുള്ളിക്കാരത്തി പുറത്ത് നെഗറ്റീവിൽ കുളിച്ച് നിന്നിട്ട് അകത്തേക്ക് പോയൊരു വ്യക്തിയാണ്. പുള്ളിക്കാരത്തി തന്നെ പറയാറുണ്ട്, പുള്ളിക്കാരത്തിയുടെ കൂടെ മായും ആയും പായും പൂവും ഒക്കെ കൂട്ടി എല്ലാവരും തെറി വിളിക്കാറുണ്ട്. കമൻറ്റ് ബോക്സിലാണേലും ഇൻസ്റ്റയിലും ആണേലും എവിടെയാണേലും പുള്ളിക്കാരത്തിയെ വന്ന് ആ ഒരു ഭാഷകളൊക്കെ വിളിച്ചിട്ട് പുള്ളിക്കാരത്തിയെ തെറി വിളിക്കാറുണ്ട് ലൈവിലൊക്കെ വരുന്ന സമയത്തും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേട്ട് 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 പുള്ളിക്കാരത്തിക്ക് ഒരു പ്രശ്നമില്ല. നെഗറ്റീവ് ഹരമാണ്. ഒരു ദിവസം പോലും നെഗറ്റീവ് ഇല്ലെങ്കിൽ സഹിക്കാൻ പറ്റില്ലെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പോൾ അകത്തേക്ക് പോയതിന് ശേഷം ഈ പുള്ളിക്കാരൻ സെപ്റ്റി ടാങ്ക് എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി ആകെ ഡൗൺ ആയി പോയതുപോലെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരത്തി മണിച്ചിത്രത്താഴിലെ ഗംഗ നാഗവല്ലിയായി മാറുന്ന നിമിഷം ഉറക്കമില്ലാണ്ട് കൈ രണ്ടും പിന്നാലെ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ ഉലാത്തുന്നത് പോലെയൊക്കെ തെറ്റും മാറ്റും ഒക്കെ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിനുശേഷം പുള്ളിക്കാരത്തി അസ്വസ്ഥയായിട്ട് കാണുന്നു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് രേണു മാറി ഒരിടത്ത് നിന്ന് കഴിക്കുന്നതും കണ്ടു. അങ്ങനെ 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 ഓരോരോ കാര്യങ്ങൾ നടന്നു പോവുകയാണ്. പലരോടും ചെന്നിരുന്നിട്ട് രേണു ഇത് വല്ലാത്തൊരു പറച്ചിലായിപ്പോയി, എനിക്ക് നല്ല വിഷമമായി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ രേണു ക്യാമറയുടെ മുന്നിലും ഒക്കെ ആയിട്ട് തന്നെത്താനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. എന്നെ ഇങ്ങനെ പറയുമെന്ന് കരുതിയില്ല, എന്നെ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വല്ലാത്ത സങ്കടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഉള്ളതായിരിക്കും. പക്ഷേ അതിൻ്റെ പേരിൽ ഒരുപാട് തകർന്നു പോയതുപോലെയാണ് രേണുവിനെ കാണിക്കുന്നത്. രേണു പലരോടും ചെന്ന് പറഞ്ഞിട്ട് വിധവാ കാർഡ് ഇറക്കുന്നുണ്ട്. അതൊട്ടും ശരിയായിട്ട് ഉള്ള കാര്യമല്ല. കളി എന്ന് പറയുമ്പോൾ അത് നേരെ പോകുന്നുള്ള രീതിയായിരിക്കണം. അല്ലാതെ വിധവാ കാർഡ്, സെൻറ്റിമെൻറ്റ്സ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കളി കാണാനാണ് കാത്തിരിക്കുന്നത്. കരച്ചിലും പിഴിച്ചിലും ഒന്നും അല്ല. അപ്പോൾ രേണു എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ നിന്നും, രേണു മാത്രമല്ല അതിനുള്ളിൽ നിൽക്കുന്ന എല്ലാവരുടെയും കാര്യമാണ് പറയുന്നത്. ഹൗസിനകത്തേക്ക് പോയപ്പോൾ നിങ്ങളൊക്കെ എന്താ കരുതിയിരുന്നത്? ഇതൊരു റിയാലിറ്റി ഷോ ആണെങ്കിൽ പോലും ഇതൊരു നെഗറ്റീവ് ഷോയാണ്. അതിനുള്ളിൽ ചെന്നാൽ ആരും ആരെയും താലത്തിക്കൊണ്ട് നടക്കില്ല. പരസ്പരം കടിച്ച് കീറുന്ന പോലെയൊക്കെ ആയിരിക്കും മത്സരാർത്ഥികളുടെ മുന്നോട്ടുള്ള പോക്കുകളിലുള്ള പ്രകടനങ്ങൾ. അപ്പോൾ അതിനെയെല്ലാം അതിജീവിക്കണം. ഇപ്പോൾ പുള്ളിക്കാരൻ അക്ബർ വിളിച്ചതൊട്ടും ശരിയല്ല. പക്ഷേ എന്നാലും ആ ഒരു വിഷയം അവിടെ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം അവരുടെ പിന്നാലെ നടന്ന് ആ ഒരു ഓമന പേരായിട്ട് ഇട്ട് വിളിച്ച് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് രേണുവിനെ പിന്നീട് അപമാനിച്ചിട്ടില്ല. അത് അവിടെ കഴിഞ്ഞു. അതുപോലെ രേണു വേട്ടപ്പട്ടിന്ന് അന്നേരം പേരിട്ടെങ്കിലും പിന്നീട് ഈ പറയുന്ന പുള്ളിക്കാരനെ ആ ഒരു പേരിട്ട് വിളിച്ചിട്ട് പിന്നാലെ കൂടിയതുമില്ല. അപ്പോൾ ആ രണ്ട് പേരുടെയും വിഷയം അവിടെ അങ്ങ് കഴിഞ്ഞു. പിന്നീട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ലാലേട്ടൻ വരുന്ന സമയത്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാം. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പറയണം, എന്നെ ഇങ്ങനെ വിളിച്ചു എന്ന് പറയാം. അതിന് പകരം അതല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്ന സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാണ്ട് ബുദ്ധിപൂർവ്വം കളിക്കാതെ അവിടെ ചെന്നിട്ട് വിധവാ കാർഡ് ഇറക്കി കഴിഞ്ഞാൽ PR വർക്കേഴ്സിൻ്റെ
വോട്ടും സാധനങ്ങളും ഒക്കെ കിട്ടും, ബന്ധുക്കളത് കിട്ടും. പക്ഷേ എല്ലാവരുടേതും കിട്ടില്ല രേണു. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കളിക്കൂ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞ് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ. അതിലൊന്നും ഒരു തർക്കവും ഇല്ല. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അധികം രേണു വലിയ കളികളൊന്നും കളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ പുള്ളിക്കാരൻ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു പിടിവള്ളിയിൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെ ചെന്നിട്ട് ഞാൻ വന്നത് വിധവകൾക്ക് വേണ്ടിയിട്ട്, അമ്മ ഇല്ലാത്ത പിന്നെ ഒരു ഇതുപോലെ ഇണയെ നഷ്ടപ്പെട്ട, ഭർത്താവ് ഉപേക്ഷിച്ച് പോയ അവരുടെയൊക്കെ പ്രതിനിധിയായിട്ടാണ്. അങ്ങനെയൊന്നും പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങളെ ആ ഒരു രീതിയിലല്ലല്ലോ ലാലേട്ടൻ ഞങ്ങൾക്കിടയിലേക്ക് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെയല്ല. അപ്പോൾ നിങ്ങൾ അവിടെ ചെല്ലുക, നല്ല സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഗെയിം കളിക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജനപിന്തുണ കിട്ടും. അല്ലാണ്ട് ചുമ്മാ ആവശ്യമില്ലാതെ കാർഡ് ഇറക്കി കളിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ 7ന്റെ പണി മേടിക്കും. ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളെ അവിടെ നിന്ന് ഔട്ടാക്കി കളയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ പണി ഇരുന്ന് മേടിക്കാതിരിക്കുക. നിങ്ങളെ കളിയാക്കി ചിരിക്കുന്നവർക്കൊക്കെ നിങ്ങൾ പോയ ഫസ്റ്റ് വീക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ കൈകൊട്ടി ചിരിക്കാനുള്ളൊരു ചാൻസാണ് ഉണ്ടാവുന്നത്. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് നിന്ന് ജനങ്ങളെ മൊത്തം മൂഞ്ചിപ്പിച്ച് പറ്റിച്ചിട്ട് നിങ്ങൾ പോയി. നല്ലത് തന്നെ, പോയത് നല്ലത് തന്നെ. പക്ഷെ പോകുന്ന ആ ഒരു സമയം പോലും നിങ്ങൾ പോണില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നിട്ടും നിങ്ങൾ പോയി. അപ്പോൾ പോയെങ്കിൽ നിങ്ങളത് ഏറ്റവും കുറഞ്ഞ 1 മാസമെങ്കിലും നിങ്ങളവിടെ പിടിച്ചു നിൽക്കാനായിട്ട് നോക്ക്. ചുമ്മാതെ കാർഡ് ഇറക്കി കളിച്ചിട്ട് ഔട്ടായിട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ പരിഹസിക്കുന്നവർക്കെല്ലാം ഒന്നുകൂടി കൈകൊട്ടിച്ചിരിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു റിവ്യൂവർ എന്ന നിലയിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിനകത്തൊരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. കാരണം രേണു വിധവ കാർഡ് ഇറക്കി കളിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ ഭർത്താവില്ലാത്ത ആളുകളെയും അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രതിനിധിയാണെന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാരത്തെ സംസാരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അക്ബറും രേണുവും കൂടി തമ്മിലുള്ള ചെറിയൊരു പ്രശ്നമാണ്. ചെറിയ പ്രശ്നമല്ല ഉമ്മണി, വലിയ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ഇത്തിരി കാണിച്ചു തന്നതിന് ശേഷം അതേക്കുറിച്ച് ഞാൻ സംസാരിക്കാം. പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഞാനും പറഞ്ഞത്. നിന്നെ വിളിച്ചത്, നിന്നെ വിളിക്കണ്ട, രേണുന്ന് വിളിച്ചാൽ നിന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്നെ വിളിച്ചത് അക്ബറേന്നാണ് വിളിച്ചത്, എന്നെ നിന്നെ വിളിക്കണ്ട. നിന്നെ വിളിച്ചത്, വിളിക്കണ്ട, നിന്നെ വിളിച്ചത്, വിളിക്കണ്ട, നിന്നെ വിളിച്ചത്, നിന്നെ തന്നെ വിളിച്ചത്, എന്നെ വിളിക്കണ്ട. നിന്നെ വിളിച്ചത്, എന്നെ വിളിക്കണ്ട. ഇത് ഇവിടെ ഞാൻ നിന്നെ വിളിക്കും. എന്നെ വിളിക്കണ്ട. ഞാൻ നിങ്ങളുടെ പെങ്ങളോ ആങ്ങളെ ഒന്നും അല്ല. ഞാൻ രേണുവാണ്, എന്നെ രേണുന്ന് വിളിച്ചാൽ നിന്നെ തന്നെ വിളിച്ചത്. അട്ടിപ്പേറാവകാശം, സ്ത്രീകളുടെ അട്ടിപ്പേറാവകാശം രേണുവിനില്ല. രേണുവിന്റെ കാര്യം നോക്കാൻ കളിക്കാം. രേണുവിന്റെ കാര്യം നോക്കാൻ കളിക്കാം. അല്ലാതെ കേരളത്തിലെ സ്ത്രീകളുടെയും വിധവകളുടെയും അട്ടിപ്പേറാവകാശം രേണുവിനില്ല. മനസ്സിലായോ? നിനക്കല്ലല്ല, നീ ആ കാർഡ് ഇവിടെ ഇറക്കല്ലേ. ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ, ഇവിടെ കളിച്ചിട്ട് നീ പൊക്കോ, നീ ഇവിടെ കളിച്ചിട്ട് പൊക്കോ, ഇവിടെ കളിച്ചിട്ട് പൊക്കോ, ഇവിടെ കളിച്ചിട്ട് പൊക്കോ. അല്ലാതെ അട്ടിപ്പേറാവകാശം എടുക്കണ്ട. മനസ്സിലായില്ലേ? സ്വന്തമായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ പറയാം. അല്ലാണ്ട് അവർക്ക് വേണ്ടി പറയല്ലേ, അവർക്ക് വേണ്ടി പറയല്ലേ, അവർക്ക് വേണ്ടി പറയല്ലേ, അവർക്ക് പറയണമെങ്കിൽ നിന്നെ വിളിച്ചത്, നിന്നെ വിളിക്കണ്ട. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് കേട്ടോ. അക്ബറും അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ലാലേട്ടൻ വരുന്ന വീക്കിൽ നല്ല വൃത്തിയായിട്ട് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട്. അക്ബറും ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ ചാടേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ചാൽ 7ന്റെ പണി തരുന്ന ഒരു സീസൺ കൂടിയാണെന്ന് മറക്കണ്ട. അപ്പോൾ അത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഇപ്പോൾ എന്നെ ഒരാൾ എടിയെന്നോ നീയെന്നോ പൊടിയെന്നോ വാടിയെന്നോ ഒക്കെ വിളിച്ചാൽ എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയും, എന്നെ അങ്ങനെ വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല, എന്നെ എൻ്റെ പേര് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മര്യാദ എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ പിന്നെ പേര് വിളിക്കാനായിട്ട് ശ്രമിക്കുക. എന്തും സംസാരിക്കാം, മാന്യമായ ഭാഷയിൽ കുറച്ച് ദേഷ്യപ്പെട്ടായാലും എങ്ങനെയായാലും സംസാരിക്കാം. പക്ഷേ എല്ലാത്തിനും ഒരു മാന്യത ഉണ്ടാവണം. അവരെ നീ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അവർ പറഞ്ഞു എന്നെ നീ എന്ന് വിളിക്കരുത്, എൻ്റെ പേര് രേണു എന്നാണ്, അത് വിളിച്ചാൽ മതി എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അക്ബർ നിന്നിട്ട് അവരെ നീന്നേ വിളിക്കൂ എന്നൊക്കെ പറയാനായിട്ട് നിൽക്കുന്നത്? അവർ പറയുന്നുണ്ട്, നിൻ്റെ അക്ബറിൻ്റെ വീട്ടിലുള്ളവരെ പോയി പറയാൻ വരെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും നിന്നെ ഞാൻ നീ എന്നേ വിളിക്കൂ എന്ന് പറയുമ്പോൾ
അത് വെറും ചന്ത സ്വഭാവമാണ് അക്ബറെ. നിങ്ങളൊരു സിംഗറാണ്, നിങ്ങളെ അത്യാവശ്യം 10 പേര് അറിയുന്നതാണ്. നിങ്ങളുടെ വൃത്തികെട്ട സ്വഭാവം ഇവിടെ വന്നിട്ട് ഇറക്കാതിരിക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഒരു വ്യക്തി, അത് സ്ത്രീ ആയാലും പുരുഷനായാലും, അവരുടെ മുഖത്ത് നോക്കിയിട്ട് എടാ പോടാ വാടാ പോടാ എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് ഇഷ്ടമല്ല. അവരുടെ പേര് വിളിക്കാൻ പറയുമ്പോൾ അതല്ലേ മര്യാദ. ഈ പറയുന്ന രേണു അക്ബറിനെ നീയെന്നോ എടാന്നോ പോടാന്നോ അല്ല വിളിച്ചത്. അക്ബർ എന്ന് പറഞ്ഞാണ് അവർ സംസാരിച്ചത്, പേരെടുത്ത് പറഞ്ഞാണ് സംസാരിച്ചത്. അപ്പോൾ അക്ബറിന് എന്താണ് ഇത്ര അഹങ്കാരം? നേരെ മറിച്ച് ബിന്നി സെബാസ്റ്റ്യനോടായാലും അവിടെ നിൽക്കുന്ന മറ്റ് ഏതെങ്കിലും ഇപ്പോൾ ഹോട്ട് സീറ്റ് ശാരികയോടായാലും മറ്റ് ഏത് കണ്ടസ്റ്റൻസിനോടായാലും അവരങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല ഞാൻ ഇങ്ങനെ പറയുള്ളൂ എന്നും പറയുമോ? ഇല്ലല്ലോ. ചാഞ്ഞ മരത്തിലെ എല്ലാവർക്കും പിടിച്ചു കയറാൻ പറ്റത്തുള്ളൂ. ഞാൻ രേണുവിനെ പറ്റിയിട്ട് ഒരുപാട് റിയാക്ഷൻ വീഡിയോകൾ ചെയ്തിട്ടുള്ള ആളാണ്, ഇപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റെന്നും ഒരു ശരി കണ്ടു കഴിഞ്ഞാൽ ശരിയെന്നും പറയുക തന്നെ ചെയ്യും. കാരണം രേണു എന്ന് പറയുന്ന വ്യക്തിയെ എനിക്കറിയില്ല, എനിക്കവരെ അറിയില്ല, അവരെവിടെയുള്ളതാണെന്നും എനിക്ക് അത്ര കണ്ടറിയില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അവർ ചെയ്യുന്ന ചില കാര്യങ്ങളും ചില കോപ്രായങ്ങളും ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതിൻ്റെ പേരിൽ റിയാക്ട് ചെയ്യുന്നു എന്ന് കരുതിയിട്ട് അവർ ചെയ്യാത്ത തെറ്റുകൾ അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. പിന്നെ രേണു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നെഗറ്റീവ് ഗെയിമാണ് കുട്ടി. നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അത് മനസ്സിലാക്കിയിട്ടല്ലേ പോയത്. അവിടെ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയിട്ട് എന്തും പറയും, എന്തും ചിലപ്പോൾ തന്തയ്ക്ക് വരെ വിളിക്കുന്ന ബിഗ് ബോസുകളുണ്ട്. അപ്പോൾ ബിഗ് ബോസുകളല്ല, ചില സീസണുകളുണ്ട് കണ്ടസ്റ്റൻസ് തമ്മിൽ. അപ്പോൾ അവരെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ഏത് തരത്തിലുള്ള എന്താണോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിൻ്റെ ദൗർബല്യം അത് മനസ്സിലാക്കിയിട്ടായിരിക്കും മറുഭാഗത്ത് നിൽക്കുന്ന ആൾ കളിക്കുന്നത്. അത് മനസ്സിലാക്കുക. അല്ലാണ്ട് ചുമ്മാ അവിടെ ഇരുന്ന് കാടിറക്കി കളിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ ലാലേട്ടൻ തന്നെ കഴുത്തി തൂക്കിയെടുത്ത് വെളിയിൽ കളയും. അതാണ് എനിക്ക് പറയേണ്ട കാര്യം. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ അക്ബർ എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യമാണെങ്കിലും മര്യാദയ്ക്ക് നിന്ന് കളിച്ചിട്ടൊക്കെ പോവുകയാണെങ്കിൽ നന്നായിട്ട് പോകാൻ പറ്റും. അല്ലാണ്ട് ഇരുന്നിട്ട് കുറേ പിന്നെ തിണ്ണമെടുക്കും മുഷ്കും ഒക്കെ കാണിക്കാനായിട്ട് ചെന്നാൽ ചിലപ്പോൾ അക്ബറിനും കിട്ടും പണി. അക്ബറിനെ പറ്റി വേറെയും പരാതികളൊക്കെ വരുന്നുണ്ട്. അതായത് അനുമോൾ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട്, അതേക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് പറയാം. എന്തിനാണ് വെറുതെ വീഡിയോയ്ക്ക് ലെന്ത് കൂട്ടണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തേക്കൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.